Hi friends, Assalamu alaikum, Namaskaram. Welcome back to Mamayyas Food and Travel. പുഡിങ്ങുകളിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളതും വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതുമായ ഒരു പുഡിങ്ങാണ് ഇളനീർ പുഡിങ്. അത് വളരെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് നോക്കാം. ഈ പുഡിങ് ഉണ്ടാക്കാനായിട്ട് 3 ഇളനീരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 7 ഗ്രാം ചൈന ഗ്രാസും 1 കപ്പ് പഞ്ചസാരയും പിന്നെ കുറച്ച് മൊഞ്ച് കൂട്ടാനൊരു ഡ്രൈ ഫ്രൂട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് കിവിയാണ്. പിന്നെ ഒരു ഇളനീരിൻ്റെ പൾപ്പ് കൂടെ എടുത്തിട്ടുണ്ട്. അത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ചൈന ഗ്രാസ് ചെറുതായി കട്ട് ചെയ്ത് ഇളനീര് വെള്ളത്തിൽ തന്നെ സോക്ക് ചെയ്യാൻ വെക്കാം. ഈ ചൈന ഗ്രാസ് ഒരു 20 മിനിറ്റ് നേരം സോക്ക് ചെയ്യാൻ വെക്കാം. നന്നായിട്ടൊന്ന് പൊതിർന്നോട്ടെ. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഇളനീർ വെള്ളം ഒന്ന് അരിച്ചെടുക്കാം. പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടുമല്ലോ. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നന്നായി ലയിപ്പിച്ചെടുക്കണേ. മധുരം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് ഇടേണ്ടത്. എന്തായിരുന്നാലും ഇതിപ്പോൾ നമ്മളിപ്പോൾ തണുപ്പിക്കാൻ വെക്കുമല്ലോ, അപ്പോൾ തണുക്കുമ്പോഴും മധുരം കുറയാൻ സാധ്യതയുണ്ട്. അപ്പം ഒരു അടി മുന്നോട്ട് വേണം പഞ്ചസാര ഇടാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കൈവെക്കാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ദേ നോക്ക്, നന്നായി ലയിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഇളനീര് വെള്ളമില്ലേ, അത് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ചെറുതായി ചൂടാക്കി എടുക്കണം. ഒട്ടും തന്നെ തിളക്കാൻ പാടില്ലേ. തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇളനീരിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇത് കൈവയ്ക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. ഇനി നമുക്ക് ആ ലായനി ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇളനീർ പൾപ്പില്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പൾപ്പൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിത് ചൂടാറുന്നവരെ പുറത്ത് തന്നെ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ലേ. അതിൻ്റെ മുമ്പ് നമുക്ക് ഡെക്കറേഷനൊക്കെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ചൂടാറി കഴിയുമ്പോഴേക്ക് ഇത് ഏകദേശം ഉറച്ചു വരും. അപ്പോൾ അതിനുശേഷം മാത്രമേ ഡെക്കറേഷൻ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് കിവി ഫ്രൂട്ടാണ്. മറ്റു പുഡിങ്ങുകളെ അപേക്ഷിച്ച് വളരെ ഭംഗിയിൽ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് ഇളനീർ പുഡിങ്. ഇതിന് കണ്ണാടി പുഡിങ് എന്നും കൂടി പലരും പറയാറുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരു ലെയർ കൂടെ വെച്ചിട്ടുണ്ട്. അതിന് ചുറ്റുമാണ് ഞാൻ കിവി ഫ്രൂട്ട് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ പുഡിങ്ങൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു കാരണവശാലും ഫ്രീസറിലേക്ക് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, താഴത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് നല്ല അതിമനോഹരമായ പുഡിങ് റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ മറ്റൊരു പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു.